കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര അതിർത്തി കടന്ന് 7ഓളം ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കത്വയിലെത്തിയത്. കത്വ ജില്ലയിലെ ഹിരാൻ നഗറിലെ അന്താരാഷ്ട്ര ബോർഡർ കടന്നെത്തിയ ഈ സംഘം പാടത്ത് പുല്ലിരിയുകയായിരുന്ന ഒരു വൃദ്ധനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒപ്പം അയാളുടെ ഭാര്യ നിലവിളിച്ചതനുസരിച്ച് അവിടെ നാട്ടുകാർ ഓടിക്കൂടുകയും ഈ ഭീകർ അവിടെ നിന്ന് ഓടി ഒളിക്കുകയുമായിരുന്നു ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ BSFും പോലീസും എല്ലാം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തിരച്ചിലുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാരെ ബന്ദിയാക്കാനുള്ള ശ്രമമായിരുന്നു ഭീകരർ നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനിടയിൽ ഈ അക്രമകാരികൾ തുരത്താൻ നടത്തിയ വെടിവെപ്പിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. അത് സാരമായ പരിക്ക് മാത്രമാണ്, ഗുരുതരമല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊരു വിവരം, അന്താരാഷ്ട്ര അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ കനത്ത ഒരു തിരിച്ചടിക്ക് ഇന്ത്യ മുതിരാനുള്ള സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഈ വെടിനിർത്തൽ കരാറുകൾ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരർ അവിടെ തമ്പടിച്ച് കഴിയുന്നുണ്ട്. അതിൽ ചില ഭീകരരാണ്, 7ഓളം ഭീകരരാണ് ഇപ്പോൾ കടന്നു കയറിയതെന്നാണ്. അതിർത്തി കടന്ന് കയറുന്ന ഭീകരരെ തീർക്കുവാൻ അതിർത്തി കടന്ന് നാം തിരിച്ചടിക്കുമെന്നുള്ള നമ്മുടെ പുതിയ നിലപാടാണ്. ആ നിലപാട് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു വലിയ തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാകാം അന്താരാഷ്ട്ര അതിർത്തിയിലുടനീളം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷം. അവിടെ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഈ ഭീകരരെ കടത്തി വിട്ടുകൊണ്ട് നടത്തുന്നതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇന്നലെ തുടങ്ങിയ ആ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.